പരിശുദ്ധാത്മാവ് തരുന്ന ഒരു നിയോഗത്തിൽ പറയട്ടെ, ജോസഫ് ചെയ്യാത്ത കുറ്റത്തിനാണ് ഇപ്പോൾ കുണ്ടറയിൽ അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ കിടക്കുന്നത്. എന്നാൽ ആ ദൈവം അവൻ്റെ വാഗ്ദത്തത്തെ സ്ഥിരീകരിക്കുവാൻ വേണ്ടി വേഗത്തിൽ അവന് വേണ്ടി പ്രതിക്രിയ നടത്തി. അവനെ രാജ്യത്തെ 2ാം സ്ഥാനത്തേക്ക് അവനോട് പറഞ്ഞ വാഗ്ദത്തത്തിനനുസരിച്ച് കയറ്റിയിരുത്തി എങ്കിൽ കുണ്ടറയ്ക്കകത്തിലേക്ക് തള്ളിയിട്ട സൈന്യാധിപന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അവനെ കുണ്ടറയ്ക്കകത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ അവൻ പ്രതീക്ഷിച്ചില്ല അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ കുണ്ടറയിലേക്ക് അവനെ തള്ളിയിട്ട ആ കരങ്ങൾ കൊണ്ട് അവന് സല്യൂട്ടടിക്കേണ്ടതായിട്ട് വരുമെന്ന്. പ്രിയ ദൈവ പൈതലെ, ഈ ദിവസങ്ങളിൽ അധികാരത്തോടെ വിളിച്ചു പറയട്ടെ, നിന്റേതല്ലാത്ത കാരണത്താൽ നീ അനേക വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട്, വേദനപ്പെട്ട്, ഒറ്റപ്പെട്ട്, കണ്ണുനീരോടെ കരഞ്ഞ്, കർത്താവേ അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് വ്യക്തമായി നിലവിളിക്കുന്ന ദൈവ പൈതലെ, ജോസഫിനെ മാനിക്കുവാനായി ഇറങ്ങി വന്ന ആ ദൈവം നിന്റെയും ദൈവമാണ്. ജോസഫിന് രാത്രിയിൽ സ്വപ്നം കാണിച്ചു കൊടുത്ത അതേ ദൈവം നിനക്ക് വേണ്ടിയും ഇറങ്ങി വരുന്ന ദൈവം തന്നെയാണ്. അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ആ നല്ല കർത്താവിന് കഴിവുണ്ട്. ജോസഫിനോട് പറഞ്ഞതോർത്തു നോക്കിക്കേ. ജോസഫിന്റെ ആ വാഗ്ദത്തത്തിലേക്ക് ജോസഫിനെ പ്രതിസന്ധികളുടെ നടുവിലും കൊണ്ടുചെന്നെത്തിക്കുവാൻ ആ ദൈവം കൂടെ നിന്നതുപോലെ ഈ നാളുകളിൽ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച നിന്റെ ജീവിതത്തിന് മേൽ ഇന്ന് നീ അനുഭവിക്കുന്ന വേദന, ഇന്ന് നീ അനുഭവിക്കുന്ന സകല ക്ലേശങ്ങളും അതിനെ ജയിക്കാൻ കഴിയാത്തതുപോലെ നീ ആയിരിക്കുമ്പോൾ കർത്തന്റെ വചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ആ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണ്. അതിന് മാറ്റം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഈ സമയത്തും അധികാരത്തോടെ വിളിച്ചു പറ, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും പതറിപ്പോകത്തില്ല. ആ ദൈവം എന്നെ ഉറപ്പിക്കേണ്ടുന്ന സ്ഥാനത്ത് ഉറപ്പിക്കും. ഞാൻ ഇന്ന് ഭാരപ്പെടുന്ന സകല വിഷയത്തിനകത്തിലും എൻ്റെ ദൈവത്തിന് എന്നെ മാനിക്കാൻ കഴിയും. കുഞ്ഞ്, നീ കരയുന്ന വിഷയം എന്തു തന്നെ ആയാലും, മറ്റുള്ളവർ കൂട്ടം കൂടി ചില ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ നീ നിന്ദാപാത്രമായി തീരുമെന്ന് കരുതിയിരിക്കുന്ന സ്ഥാനത്ത് കർത്തന് പറയാനുണ്ട്, നിന്റെ രഹസ്യത്തിലെ കണ്ണുനീരും നിന്റെ രഹസ്യത്തിലെ പ്രാർത്ഥനയും കാണുന്ന കേൾക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ദൈവത്തിന്റെ ജനം അടിമ നുകത്തിനകത്തിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു. കർത്തന്റെ വചനം പറയുന്നു, ഞാൻ അവരുടെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. പ്രിയരെ, അതുപോലെ നീ ഒറ്റയ്ക്കിരുന്നായിരിക്കാം കരയുന്നേ, ഒറ്റയ്ക്കിരുന്ന വിലപിക്കുന്നത്, ആരും കാണാതെ പുതപ്പ് തലയിലേക്കിട്ട് കണ്ണുനീരോടെ ആയിരിക്കാം പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ടെന്നുമാ ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ മറുപടിയുണ്ട്. പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന വിളിച്ചു പറയട്ടെ, എഴുതി വെച്ച് വിഷയങ്ങളുടെ മുമ്പിൽ കർത്താവ് അക്കമിട്ട് മറുപടി തരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. അതുകൊണ്ട് അധികാരത്തോടെ വിളിച്ചു പറ, എന്നെ നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ഒറ്റപ്പെടുത്തിയവരുടെയും കുറ്റം പറഞ്ഞവരുടെയും ഒക്കെ നടുവിൽ എൻ്റെ തലയെ ഉയർത്തുന്ന ഒരു ദിവസം ഇതാ മുമ്പിൽ കടന്നു വരാൻ പോകുകയാണ്. ഞാനൊരു അനുഗ്രഹമായിരിക്കും. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. അത് മറ്റുള്ളവർ കാണുകയും ചെയ്യും. ഈ വചനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ആമേൻ.